നമസ്കാരം. ശ്രീകല നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കുതിത്തുമട്ടടവിലെ 3ഉം 4ഉം അടവുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുതിത്തുമട്ടടവിലെ എല്ലാ അടവിനും കാലിന് ഒരേ സ്റ്റെപ്സ് ആണുള്ളതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. കൈകൾക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത്. കുതിത്തുമട്ടടവിന്റെ ചൊല്ല് തേയ് ഹ തേയ് ഹി. ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മുദ്രകൾ കടകാമുഖം, അളപത്മം, തൃപ്പതാക എന്നിവയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ കുതിത്തുമട്ടടവ് 3 ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്റ്റുഡൻറ് ആതിര സുനിലാണ്. കുതിത്തുമട്ടടവ് 3ന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇരു കൈയിലും കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്ത് പിടിക്കുക. തേയ് എന്ന് പറയുമ്പോൾ വലത് കൈ പിന്നിലേക്ക് അളപത്മത്തിൽ കൊണ്ടുവരണം. തേയ് ഹ തേയ് ഹി. തേയ് ഹ തേയ് ഹി. ഒന്നും കൂടി കാണിക്കാം. 1 എന്ന് പറയുമ്പോൾ വലത് കൈ പിന്നിലേക്ക് അളപത്മത്തിൽ കൊണ്ടുവരിക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. കുതിത്തുമട്ടടവ് 3ന്റെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ആദ്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി നമുക്ക് ചൊല്ല് പറയാതെ 1 2 3 എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് ഇരു കൈയും കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്ത് പിടിച്ചു. 1 എന്ന് പറയുമ്പോൾ വലത് കൈ പിന്നിലേക്ക് അളപത്മത്തിൽ കൊണ്ടുവരിക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. കുതിത്തുമട്ടടവിലെ 3ാമത്തെ അടവിന്റെ കൈയും കാലും ഒരുമിച്ച് 1ാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 3 4 തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി. കുതിത്തുമട്ടടവ് 2ാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 3 4 തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി. കുതിത്തുമട്ടടവ് 3ാമത്തെ അടവ് 3ാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് 3 4 തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി. അടുത്തതായി കുതിത്തുമട്ടടവിലെ 4ാമത്തെ അടവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിലെ കൈ ആദ്യം ഇരു കൈയും അവഹിതഹസ്തം അതായത് അളപത്മം ക്രോസ് ചെയ്ത് പിടിക്കുക. വലത് സൈഡിലേക്ക് 1 2 തേയ് ഹ 3 4 തേയ് ഹി. 1 കൈമുകളിലേക്ക് കൊണ്ടുവരിക. 1 2 3 4. 1 2 3 4. 1 2 3 4. ഇപ്പോൾ നമ്മൾ വലത് കൈ മാത്രമാണ് ചെയ്തത്. ഇനി ഇടത് ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇടത് കൈ മുകളിലേക്ക് വരണം. അളപത്മം 1 2 3 4. 1 2 3
4. 1, 2, 3, 4. 1, 2, 3, 4. കുതിത്തുമട്ടടവിലെ നാലാമത്തെ സ്റ്റെപ്സിന്റെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി ചൊല്ലു പറയാതെ നമുക്ക് 1, 2, 3 ചെയ്യാം. അരമണ്ഡലത്തിലിരുന്ന് ആദ്യം ഇരു കൈയും വലതുഭാഗത്തേക്ക് അളപത്മം ക്രോസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഫ്രണ്ടിലേക്ക് നോക്കുക. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇനി ഇടത് ഭാഗം ചെയ്യാം. അപ്പോൾ ഇടത് കൈ വേണം മുകളിലേക്ക് കൊണ്ടുവരണം. 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. കുതിത്തുമട്ടടവ് 4 ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് തേ ഹ തേ ഹി 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 തേ ഹ തേ ഹി. രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് കുതിത്തുമട്ടടവ് 4 ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. തേ ഹ തേ ഹി 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 തേ ഹ തേ ഹി. കുതിത്തുമട്ടടവ് 4 മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. തേ ഹ തേ ഹി 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 തേ ഹ തേ ഹി. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കുതിത്തുമട്ടടവിലെ 5ഉം 6ഉം അടവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.